ഇന്നത്തെ വീഡിയോ ഫോർഡ് ആസ്പിയറിൻ്റെ കേട്ടോ. ആസ്പിയറിൻ്റെ സ്റ്റാരിംഗ് ബോക്സ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. സ്റ്റാരിംഗ് ബോക്സ് അടിയായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് സസ്പെൻഷൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബോൾ ജോയിൻ്റ് ഉണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ റാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞ വീഡിയോ ആണെന്ന്. അപ്പോൾ വാർസ്പീക്കിൻ്റെ പുതിയൊരു മെക്കാനിക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ലിങ്ക് അയക്കുക, അതുപോലെ തന്നെ ഈ എൻഡ് അയക്കുക രണ്ട് സൈഡും. പിന്നെ ഉള്ളിൽ പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കോളം എയർ ബാഗിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കാണ്ട് പിന്നെ ലോവർ ആമിൻ്റെ എൻഡ് അയക്കുക. അയച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടോ, സ്പെഷ്യൽ ഡോറാണ് ഇത്. ഇതിൻ്റെ അടിയിൽ വരുന്ന ഇവിടെ വരുന്നൊരു ബോൾട്ട് കേട്ടോ, അത് അയച്ചതിന് ശേഷം താഴത്ത് കിടക്കുക. അതാണ് സിസ്റ്റം. പിന്നെയാണ് ഇതിനകത്ത് വരുന്ന സ്റ്റാരിംഗ് ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ പോലുള്ളത്. അപ്പോൾ ഇതാണ് ആസ്പിയറിൻ്റെ പിന്നെ റാക്ക് അടിക്കുക. അതുപോലെ ഈ ഇതുണ്ടല്ലോ നമ്മളെ ഈ കാലിപ്പർ, ഇതിൻ്റെ ഇത് അടിച്ചാലും ഏറെക്കുറെ ആ സൗണ്ട് വരും. അപ്പോൾ അതും ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ ഈ ക്രോസ് ഇറക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഈ ബാലൻസറായിട്ട് ബുഷ് വീക്ക് ആയിക്കണമെന്നുണ്ടായി ചെയ്യുക. അതുപോലെ ബോൾ ജോയിൻ്റൊക്കെ പോയിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി വിടുക എന്നുള്ളതാണ്. ഇതിൻ്റെ എയർ ബാഗിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, സ്റ്റിയറിങ് ഒരു ഇതാ ടീമിൽ ലോക്ക് ചെയ്യലാണ്. ഞാൻ ലോക്ക് ചെയ്യാനല്ല, ഞാൻ ഒരു ഭാഗം എയർ ബാഗിൻ്റെ ആ ഒരു സ്ട്രിപ്പ് മൊഡ്യൂൾ നമ്മളോട് അയച്ച് മാറ്റി വെക്കും. ക്രോസ് സ്പ്രിങ് എന്ന് അറിയില്ലേ, അപ്പോൾ ആ ഒരു മുതൽ. അപ്പോൾ അത് മാറ്റി വെക്കുക പറഞ്ഞാൽ എയർ ബാഗിൻ്റെ ഈ ഭാഗം അയക്കണം, സ്റ്റാരിംഗ് വീൽ അയക്കുക, എന്നിട്ടാണ് മാറ്റി വെക്കുക. മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബൈ ചാൻസിൽ ആരിലൊക്കെ ചാവിട്ട് കണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടി പറഞ്ഞാൽ വർക്ക് എടുക്കുന്ന ടൈമിൽ കുറച്ച് ഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചിടേണ്ട ബുദ്ധിമുട്ടാവും. അപ്പോൾ അതും വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം അയച്ചെടുക്കുക. ഇതിൻ്റെ ഇത് ബാക്കി ഇതാ ഇവിടെ ഓള് വരുന്നത്. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന സ്ക്രൂ, ഇവിടെ സ്ക്രൂ വരും, ഓപ്പോസിറ്റ് ഇവിടെ വരും, പിന്നെ അടിയിൽ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇത്രത്തോളം കാണേണ്ടറില്ല ഈ ഏരിയയിലായിട്ട് ഇവിടെ ആയിട്ട് ആ ഒരു സ്ക്രൂ കൂടെ 3 സ്ക്രൂ അയച്ചെടുക്കുക. അതുകൊണ്ട് അടിയിൽ വൈറ്റ് എന്താണ് ഫ്ലവർ. അപ്പോൾ ഇത് മുകളിലത്തെ, ഇത് അടിയിലത്തെ, ഇതാണ് 3 വരുന്നുണ്ട്. അത് അയച്ചതിന് ശേഷം ഈ ഒരു മുതൽ അയച്ചെടുക്കുക. ഈ കവറുണ്ടോ, ഈ കവർ അയച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലൊരു ഭാഗമുണ്ട് കാണിച്ചത് കഴിഞ്ഞിട്ട് ഇത് അയച്ചെടുത്താലും മെച്ചം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്ക്രൂ ഡ്രൈവറുള്ള ഗ്യാപ്പ് കിട്ടും. അല്ലാതെ ബെൻഡുകൾ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ക്ലോക്ക് സ്പ്രിങ് വരുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ സീൻ വരുന്നില്ല. അപ്പോൾ ബാക്ക് എന്തായാലും ഇങ്ങനെ അയച്ചെടുക്കാൻ കരുതി. അപ്പോൾ ഈ ഒരു ഭാഗം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ ഹോളിൽ ഒരു മിനിറ്റ്, ഈ ഹോളിൽ തിക്കുക. ഇവിടെ ഒരു ഇതുണ്ട്, ഇതാ കാണുന്ന ഒരാടെ ഉണ്ടോ, സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇവിടെ നിന്നാണ് തള്ള. അപ്പോൾ അതിൻ്റെ ഊരിപ്പോരും എന്താ ഇതായിട്ടും ഈ രീതിയിൽ തയ്ച്ച് പോരും. പിന്നെ ഇതിലെന്താ വെച്ചാൽ വലിക്കുമ്പോൾ നോക്കണം, എന്തായാലും ഇവിടെ കാര്യങ്ങൾ കണക്ഷനും കാര്യങ്ങളൊക്കെ വീക്ക് ആയിക്കണം നോക്കണം. അതായത് പെട്ടെന്ന് വലിക്കുമ്പോൾ ഈ സാധനം പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ പുള്ളി ചെയ്യുക, പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രസ്സിങ്ങാണ് 2 ടൈപ്പ് ഉണ്ട്. ഇതിന് പ്രസ് ചെയ്തുകൊണ്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, ഇത് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ ക്ലോക്ക് സ്പ്രിങ് അയക്കാതെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതേ രീതിയിൽ വീൽ സ്റ്റഡി ആക്കി ലോക്ക് ചെയ്യുക. പിന്നെ കയറ്റുന്ന ടൈമിൽ അതുപോലെ കയറ്റുണ്ടാവും. ഇവിടെയാണ് ഒരു കണക്ഷൻ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹോണിൻ്റെ 2 കണക്ഷൻ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തും ഇതിലും. പിന്നെ കപ്ലർ മാറില്ല, ചെറുതും വലുതും വരുന്നത്. പിന്നെ ഞാൻ ആ പ്രസ് ചെയ്യാൻ അറിയാം കേട്ടോ ഇങ്ങനെ ഇതാണ് ഫംഗ്ഷൻ. പിന്നെ അടുത്ത് നമുക്ക് പറഞ്ഞാൽ ഈ ഒരു മുതൽ അയച്ചെടുക്കുക. ഇതുണ്ടോ, ഇത് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിത് വലിക്കുന്ന ടൈമിൽ ഈ ഭാഗം ഇതിനുള്ള അടർന്ന് പോരാൻ ചാൻസ് ഉണ്ട്, ക്ലോക്ക് സ്പ്രിങ്ങിൻ്റെ റൗണ്ട്. പിന്നെ ഇത് വലിക്കുമ്പോഴും സ്റ്റാരിംഗ് വീലിൽ നമ്മളിങ്ങനെ അയക്കുന്ന ടൈമിൽ ഇത് കുടുങ്ങിയാലും ഈ ഒരു ഭാഗം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതുണ്ട് സെൻറ്റർ അയച്ചാണ്ട് പുള്ളി തീർക്കുക. അത് അയച്ചതിന് ശേഷം ഇതുണ്ട് ഇവിടെ റോളുണ്ടോ, ഈ ഹോളിൽ കൂടെ തിക്കിയിട്ട് ഇതിൻ്റെ ഈ ലോക്ക് ഉണ്ടോ തട്ടെടുക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ലോക്ക് ഇടുക, അടിയിൽ ലോക്ക് വരുന്നത് തട്ടെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുണ്ടോ ഈ ലോക്കൊന്ന് ഇവിടെ നിന്ന് അപ്പോൾ അതോ ബോൾ ജോയിൻ്റ് അയച്ചു. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ലോറാമിൻ്റെ എൻഡ് അയച്ചു. പിന്നെ ഈ ഭാഗം അതുപോലെ ഇതുണ്ടോ സൗണ്ട് കേട്ടോ റാക്കിൻ്റെ ഇത്രത്തോളം ഇത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഷെയ്ക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടി ഉണ്ടാവും. അപ്പോൾ അതാണ് റാക്കിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഉള്ളിൽ വരുന്ന സ്റ്റിയറിംഗ് വീലിൻ്റെ അടിയിലത്തെ ഒരു ഭാഗം അയച്ചിരിക്കണം. ഉണ്ടോ, ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു ഭാഗം അയക്കണം ഇവിടെ. അപ്പോൾ കേട്ടോ ക്രോസിൻ്റെ ബോൾട്ടിൽ ഒന്നിത്, പിന്നെ 12 കേട്ടോ. അതുപോലെ ഇത് 18, പിന്നെ ഇവിടെ വരുന്നത് 18 വരുന്ന വണ്ടിക്ക്. അപ്പോൾ 2 സൈഡ് ഈ 2 ഭാഗം അയച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ സെൻട്രൽ ഫൗണ്ടേഷൻ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. അതായത് ഗിയർ ബോക്സിൻ്റെ ഇതുണ്ടോ, ഇത് പൊട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ
നമ്മൾ ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ സംഭവങ്ങൾ ക്രോസ് ആക്കുന്ന ടൈമിൽ. അപ്പോൾ അതിൻ്റെ ബോൾട്ട് വരുന്നത് പറഞ്ഞാൽ ഇതാണ്ടോ 13ൻ്റെ ഇത്രയും ബോൾട്ടുകൾ വരുന്നത്. അപ്പോൾ ഇതാണ്ടോ ഇതിൽ ഈ ബോൾ ജോയിൻറ്റ് പുതിയതാണ്, അതിന് മുമ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ടാകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ എൻഡ് ഫ്രീ ആണ്. ഇത് നമ്മൾ കയറ്റി കഴിഞ്ഞിട്ട് അലൈൻമെൻറ്റൊക്കെ ചെയ്ത് കുറച്ച് ദിവസം ഓടിയാൽ തീരുമാനമാവും. പിന്നെ ഈ ബോൾ ജോയിൻറ്റും ഈ എൻഡും തീരുമാനമാകും. അപ്പോൾ 2 എൻഡും ഈ ഒരു ബോൾ ജോയിൻറ്റ് മാറ്റി കൊടുക്കുക, അതുപോലെ റാക്ക് ബുഷ് മാറ്റി കൊടുക്കുക. ഈ ഒരു ഭാഗം ഇൻട്രസ്റ്റ് കൊണ്ട് സെറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ റാക്കിന് തേയ്മാനമുണ്ട്, പിന്നെ നല്ല അടി ഓവർ അടിയുണ്ട്. ചിലപ്പം സ്റ്റാരിങ് ബോക്സ് ഈ ഒരു ഭാഗം മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് സെറ്റ് ആകുമെന്ന് ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബുഷ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാരിങ് ബോക്സിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ബോൾ ജോയിൻ്റെ ഇവിടെ, അതായത് റാക്കിൻ്റെ ബോൾ ജോയിൻ്റ് എന്നൊക്കെ ഇതിന് വരട്ടോ. അപ്പോൾ ഇവിടെ അയച്ചുകൊണ്ട് ഇത് മുതലേറ്റ് പോകണം. പിന്നെ ഇതാണ് ഇതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം. പിന്നെ ഈ ഒരു ഭാഗം വിട്ടു പോയതാണ്. ഇവിടെ ആ ഒരു ബുഷ് നമ്മൾ അയച്ചാൽ ക്രോസ് ഇറങ്ങുള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. സ്റ്റാരിങ് ബോക്സ് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ റാക്കിൻ്റെ ടീത്ത് വരുന്നുണ്ടല്ലോ, അതിന് ചെറിയൊരു തേയ്മാനം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റഡിയിൽ പോകുന്ന ടൈമിൽ ഡാമേജ് വരും. പിന്നെ ഇതിന് കുറച്ച് അലമ്പുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഒന്ന് മഴ ചെയ്തു കേട്ടോ, വണ്ടിമൊക്കെ മഴ ചെയ്തിട്ട് ഞാൻ വണ്ടിമ്മ വന്നപ്പോൾ തെറിച്ചാണ് ചളി കാണുന്നത്. പിന്നെ ഫുള്ള് പക്കായിട്ട് ഗ്രീസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ വരുന്ന റാക്ക് ബുഷ് മാറ്റി, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റാക്കിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കസ്റ്റമർക്ക് ഇടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇടാം. ഏകദേശം എനിക്ക് ഐഡിയ കിട്ടും. പിന്നെ ഇത് 2 അടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടോ, 3 പല്ല് കട്ടിങ് ഉണ്ട്. ഇത് സബ്രൈമ ഫിറ്റ് ചെയ്ത് കണ്ട് 2 ബോൾ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഫിറ്റ് ചെയ്തിട്ട് ഓടിച്ച് നോക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ റാക്കിൻ്റെ ചെറിയൊരു കട്ടിങ് കൊണ്ട് വലിയൊരു ഇഷ്യൂ വരില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റാരിങ് കോളം മൊത്തമായിട്ട് സ്റ്റാരിങ് ബോക്സ് മൊത്തമായിട്ട് മാറ്റുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫണ്ട് വരും. അപ്പോൾ അതിൽ ക്ലിയറായി കിട്ടുകയെന്നുണ്ടെങ്കിൽ എത്രയും ബെറ്റർ എന്നുള്ള കേട്ടോ. സ്റ്റാരിങ് ബോക്സ് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തു. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇതാണ് ബോൾ ജോയിൻറ്റ്. ഈ ബോൾ ജോയിൻറ്റ് നമ്മൾ മാറ്റിയിടത് മുമ്പ് മാറ്റിയാണ് ഞാൻ. ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ഷേക്ക് വരുമ്പോൾ, ഇവിടെ നല്ല ഷേക്ക് വരുമ്പോൾ ഇങ്ങനെ കുത്തി വരുന്ന ടൈമിലാണ് എല്ലാവരും മാറ്റൽ പൊതുവേ. അപ്പോൾ എന്താ വെച്ചാൽ സ്റ്റാരിങ് ബോക്സ് അയക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ചെറുതായിട്ട് മുക്കാൽ ഭാഗത്തോളം ഫ്രീ ആയിക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കും ചിലർ. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അയക്കാൻ ബുദ്ധിമുട്ടായിട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ ബൂട്ട് മാറ്റി കൊടുക്കാന്ന് വെച്ചാൽ കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിരിക്കണേ ബൂട്ട് മാറ്റിക്കാണ്ട് ഇത് വിടാമെന്നുള്ളത്. കാരണം ഫുള്ളായിട്ട് അലമ്പായിട്ടില്ല. ഇതൊക്കെ ഫ്രീ ആകുമ്പോൾ മാറ്റും, ഈ ഘട്ടത്തിൽ മാറ്റലുണ്ട്. പക്ഷെ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ട് അവർക്ക് ഫണ്ടിൽ അധികം ഫണ്ടിന് ഇറക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാൻ ബെറ്റർ. പിന്നെ അവർക്ക് തന്നെ അത്യാവശ്യം ഫണ്ട് വരും ഇറക്കി ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അതൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാൾ ജോയിൻറ്റ് തന്നെ ഇടണം. നമുക്കിതിനകത്ത് കൂടെ അയക്കാനുള്ള ടൂളും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് സീനില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ലോക്കും കാര്യങ്ങളൊന്നുമില്ല, ടൈറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ റിങ്, ഒരു ബ്ലാക്ക് റിങ്, അത് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ അത് പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പേസും ഇതിനുള്ളിൽ ഒരു റബ്ബറല്ല, ഒരു ഫൈബർ ടൈപ്പ് റിങ് വരും. അപ്പോൾ അതിങ്ങനെ ജാമായി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇതിൽ വരുന്നത് ഈ സൈഡിൽ കമ്പനി വരുമ്പോൾ. പിന്നെ ഇത് കണ്ടിട്ട് കമ്പനി എൻ്റെ എല്ലാം കണ്ടിട്ട് അപ്പോൾ അങ്ങനെ. പിന്നെ എന്താ പറയുക, നമ്മൾ സെറ്റ് ചെയ്ത് വരുന്ന ടൈമിൽ ഇത് സെൻറ്റർ ചെയ്തിട്ടാണ് വരിക. ഇതിനിവിടെ ടീത്തല്ല കേട്ടോ, ഈ ഒരു ടൈപ്പ് ഒരു ഗ്രൂവ് ഇട്ടുകൊണ്ടുള്ള ലോക്കാണ് ഇതിന് വരുന്നത്. ഫൗണ്ടേഷൻ ഇതാണ് പിന്നെ പഴയത് വരുന്നത്, അതായത് കമ്പനി വരുമ്പോൾ വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ മാറ്റി തരുമ്പോൾ ഇത് ഈ ഐറ്റം ഇങ്ങനെ വരിക. 2 ടൈപ്പ് ഉണ്ട്. മറ്റേത് ഫണ്ട് കൂടും, ഇതാകുമ്പോൾ ആ ലൈഫ് ഏകദേശം ആ ലൈഫ് കിട്ടും. ഷേപ്പിൽ വരെ മാറ്റം വരുന്നുള്ളൂ കേട്ടോ. എൻഡിൻ്റെ ബൂട്ട് നമ്മൾ മാറ്റിയിട്ടു, 2 സൈഡും വീസിട്ട് പക്കാക്കി ചെയ്തിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റീറിംഗ് ബോക്സ് കയറ്റിട്ടോ. പിന്നെ ഇതിൽ നമ്മൾ മറ്റേ മാരുതി വണ്ടികൾ ഇതിനെ സംബന്ധിച്ചൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കേട്ടോ, ഇവിടെ ഈ ഒരു ആംഗിളിലാണ് വരിക. ഞെട്ടിൻ്റെ ബോൾട്ടിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ഒരു ഷേപ്പായിട്ട് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഇത് സെൻറ്റർ ചെയ്തിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് മാറും. അല്ലെങ്കിൽ ഒറ്റ റൊട്ടേഷൻ നേരെ ഓപ്പോസിറ്റ് വെക്കാം, എന്നാലും ഈ ഭാഗം ക്ലിയർ ആവും. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവം എന്താണെന്നുള്ളത്. സ്റ്റഡി ആക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് ഈ ഒരു സെൻട്രലായിട്ട് ഇത് വന്ന് കിടക്കും. നമ്മൾ സ്റ്റഡി ആക്കിയിട്ട് അയച്ചാൽ മതി. പിന്നെ സെറ്റ് ചെയ്യാനും ഇവിടെ സെറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല, സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ സെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ. പിന്നെ കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്രയും ഭാഗം ഇവിടെ സെറ്റ് ചെയ്യണം, അതായത് RPSും കാര്യങ്ങളൊക്കെ. ഉള്ളിൽ ഈ ഭാഗം ഫിറ്റ് ചെയ്യുന്നത് രാത്രി കേട്ടോ, അത്യാവശ്യം ടൈമായി. എന്താ വെച്ചാൽ നമുക്ക് ഈ മീറ്ററിൽ ചെറിയൊരു ഫാൾട്ട് ഉണ്ടാകും, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ അയക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ഭാഗം അത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യാൻ എഴുതിയിട്ട് ഇങ്ങനെ വേഗിപ്പോയി. അപ്പോൾ ഇതിന് സെറ്റിങ് ചെയ്യണ ഒരു സിസ്റ്റം പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് ഇതെല്ലാം കൂടെ പാതിയാക്കി ഫിറ്റ് ചെയ്യലല്ലാട്ടത് എല്ലാ വണ്ടർ പോലെ. ഇതിന് വേറെ സംഭവങ്ങളുണ്ട്. അതായത് ക്ലോക്ക് വൈസിക്ക് തിരിക്കുക. ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് കണ്ടോ ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് എത്രത്തോളം എത്തുന്നത് അത്ര അടുപ്പിച്ച് വെക്കുക. അതിന് ശേഷം ഇത് ഈ പൊസിഷൻ ഉണ്ടോ, ഈ പൊസിഷനിൽ 1 2
പിന്നെ ഒരു അര എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഇത് ഇങ്ങനെ വന്നിട്ട് ഒന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അര എത്രയല്ലേ വരിക. അപ്പോൾ അതിൽക്കും കൂടുതൽ ഇതാകണം. പക്ഷെ ഫുള്ള് പോയി അധികം നനച്ചിടാം. 1 ഇത് 2 3 വരുന്നതിൻ്റെ മുമ്പേ, അതായത് ഇപ്പോൾ 2.5 3 വരുന്നത് ആവണതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ലെവലുണ്ടോ, ഈ ഏരോ മാർക്ക് ഇതിലേക്ക് വന്ന് നിൽക്കും. ആ ഒരു പൊസിഷൻ നിർത്തുക. അതായത് 2.5 ഇവിടെ വരിക. അപ്പോൾ ഒരു ഏകദേശം 2.25 ആ റേഞ്ചിക്ക് വരും ഇവിടെ നിർത്തുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ലോക്ക് ഇങ്ങനെ വരും. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഈ സ്റ്റീറിൻ്റെ ഇതുണ്ടോ ഇവിടെ ലോക്ക് ഉണ്ടത്. ഈ ലോക്ക് ഇതിൽ പോയി കയറും. ഇതിൽ പോയി കയറുന്ന ടൈമിൽ നമുക്ക് ഈ ഹോളിലേക്കായിട്ടാണ് അത് വരിക. അവിടെ ഇപ്പോൾ ഈ ഹോളിലായിട്ടാണ് ഈ കപ്ലർ വരിക. അപ്പോൾ അത് ഈ സൈഡിലായിട്ടാണ് വരിക. ഈ സൈഡിലേക്കായിട്ട് കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കും. ഇങ്ങനെ വന്ന് നിൽക്കും. കണ്ടില്ലേ, ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ കരുതുന്നത് എന്താ വെച്ചാൽ ഈ സംഭവം ഇങ്ങനെ നീങ്ങൂല, ഇവിടെ ഏരോമാർക്ക് കറക്റ്റായി ഇട്ടാലും ഇത് സെൻറ്ററിലേക്ക് വരില്ലെന്ന് കരുതും. പക്ഷേ നമ്മൾക്ക് ഇവിടെ സ്റ്റഡി പിന്നെ ഉണ്ടാവുകൊണ്ട് സ്റ്റഡി കണ്ടിട്ടില്ലേ, ഇതിൻ്റെ സെൻറ്ററിലൊരു ഗ്യാപ്പ് വരുന്നിടത്തേക്ക് അതുണ്ടാവുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അതായത് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഭാഗം പക്കായിട്ട് നിൽക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടോ, ഇതിങ്ങനെ കൊടുക്കുക. പിന്നെ എയർ ബാഗിൻ്റെ കൊടുക്കുമ്പോൾ വീര് മുതലുണ്ട് കേട്ടോ, വിട്ടുപോയതാണ്. ഇത് നല്ല തമ്മിൽ ടൈറ്റാക്കി വെക്കുക. ഇതിൻ്റെ ഇതുകൊണ്ടാണ് ഇത് ലൂസ് ആക്കിയിട്ടുള്ളത്. അതായത് എത്ര വരുന്നത് നോക്കിയിട്ടുണ്ടതില്ല, 50 കേട്ടോ, 50 വരുന്നത്. ടയറുണ്ടോ T50. അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ആക്കുക. പിന്നെ എയർ ബാഗ് പ്രസ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അറിഞ്ഞല്ലേ. വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് പോയിട്ടോ, സ്റ്റെയറിംഗുകളും കാര്യങ്ങളൊക്കെ പക്കായിരുന്നു. ഞാൻ നല്ല നൈറ്റാണ് ഓടിച്ച് നോക്കിയത്. പിന്നെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് വേറെ വണ്ടി നമ്മൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. പവർ സ്റ്റോക്ക് ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.